ഉക്രൈൻ ചിലപ്പോൾ ഒരു മാസീവ് അറ്റാക്ക് അങ്ങ് നടത്തും, മോസ്കോ സിറ്റി ഉൾപ്പെടെ. ഇത്രയും നാളും കീവിലടിച്ചൊരു ഭയങ്കര അറ്റാക്ക് മൂടുന്നു. അതായത് പുട്ടിനിരിക്കുന്ന ആ പാലസ്, അവിടെ കയറി അങ്ങ് ബോംബ് വീഴും. മിസൈൽ വീണ് കഴിഞ്ഞാൽ പിന്നെ സംഭവം ഈ പറയുന്ന പോലെ അത്ര സോഫ്റ്റ് ആയിരിക്കത്തില്ല റഷ്യ മുന്നോട്ട് പോകുന്നത്. അതായത് റഷ്യക്ക് ഒരു ആസിഡ് ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈഗിൾ ടു ബേസ് അറ്റാക്ക് ചെയ്തേക്കുന്നത്. ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യണം. ഈ ട്രംപിന്റെ പൂർണ്ണ സപ്പോർട്ടും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് കയറി ഇവനെ അങ്ങ് പൂശും. അറിയാൻ സാധിക്കത്തില്ല എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു എൻഡ് എന്നുള്ളത്. കാരണം എത്രയും വേഗം ഒരു സീസ്ഫയർ നെഗോസിയേഷന് റഷ്യ തയ്യാറായി മുന്നോട്ട് വന്നില്ല എങ്കിൽ 30 days റഷ്യക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ, ചിലപ്പം വരാൻ പോകുന്ന ഒരാഴ്ചക്കുള്ളിൽ റഷ്യയുടെ അടപടറി ഇവന്മാരങ്ങ് തെറിപ്പിക്കുക എല്ലാവരും കൂടെ ചേർന്ന്. അതായിരിക്കുമോ അതോ പുടിൻ തെറിക്കുമോ റഷ്യ തെറിക്കുമോ, എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? വരാനുള്ള ഒരാഴ്ചക്കുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ മുമ്പിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.